Hello, Bharathiar University STE BA English Second Year Part 2 ഇംഗ്ലീഷിലെ Unit 1 Prose. ഇതിലെ 5 ലെസൺസ് ആണുള്ളത്. മൈ ഏർലി ഡേയ്സ് ബൈ APJ അബ്ദുൽ കലാം, ഹെഡേക്ക് ബൈ RK നാരായൺ, ഹൗ ടു എസ്കേപ്പ് ഫ്രം ഇൻ്റലക്ച്വൽ റബ്ബിഷ് ബെർട്രാൻഡ് റസൽ, മാരേജ് ഇസ് എ പ്രൈവറ്റ് അഫെയർ ചിനുയ അച്ചബെ, ദ ടൗൺ ബൈ ദ സീ അമിതാവ് ഘോഷ്. ഇതിൽ APJ അബ്ദുൽ കലാമിൻ്റെ മൈ ഏർലി ഡേയ്സ് അതാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൈ ഏർലി ഡേയ്സ് ആണ്. ലെസൺ 1 മൈ ഏർലി ഡേയ്സ് APJ കലാം. വാട്ട് ഈസ് ഓട്ടോബയോഗ്രഫി? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഓട്ടോബയോഗ്രഫർ? റീസൺ ഔട്ട്. ആദ്യം തന്നെ എന്താണ് ഓട്ടോബയോഗ്രഫി എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓട്ടോബയോഗ്രഫർ ആരാണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓട്ടോബയോഗ്രഫി? ഓട്ടോബയോഗ്രഫി മീനിങ് ആത്മകഥ. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി. ബയോഗ്രഫി എന്നാൽ ജീവചരിത്രം, ഓട്ടോബയോഗ്രഫി എന്നാൽ ആത്മകഥ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബയോഗ്രഫി അതായത് ജീവചരിത്രം എന്നത് ഒരാളെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതൊക്കെയാണ് ബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രം. ഓട്ടോബയോഗ്രഫി എന്നത് ആത്മകഥ, ഒരാളെക്കുറിച്ച് അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ. ഇപ്പോൾ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും ജീവചരിത്രവും ആത്മകഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ്. To show students the success of hard work through a living personality. ഹാർഡ് വർക്കിലൂടെ നേടിയ സക്സസിൻ്റെ ഒരു സ്റ്റോറി. നോ ദ ബിഗെറ്റർ. അബ്ദുൽ പക്കീർ ജൈനുലാബിദ്ദീൻ അബ്ദുൽ കലാം, ബോൺ ഓൺ October 15, 1931, തമിഴ്നാട്, ഇന്ത്യ. Usually referred as Dr. APJ Abdul Kalam, was the 11th President of India, serving from 2002 to 2007. നമുക്കറിയാവുന്ന ഒരാളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ ഇന്ത്യയുടെ 11th പ്രസിഡൻ്റാണ്. 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബിദ്ദീൻ അബ്ദുൽ കലാം. Due to his unconventional working style, he is also popularly known as the People's President. ജനകീയ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അൺകൺവെൻഷനൽ വർക്കിംഗ് സ്റ്റൈൽ കൊണ്ടാണ്. ബിഫോർ ഹിസ് ടേം ആസ് ഇന്ത്യാസ് പ്രസിഡന്റ്, he distinguished himself as an engineering visionary and was awarded India's highest civilian honor, Bharat Ratna, in 1997 for his work with DRDO and his role as scientific advisor to the Indian government. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന അദ്ദേഹത്തിന് 1997 ലഭിച്ചിട്ടുണ്ട്. He is popularly known as the Missile Man of India for his work and is considered as a progressive mentor, innovator and visionary in India. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മാത്രമല്ല അദ്ദേഹത്തെ പ്രോഗ്രസീവ് മെൻറ്റർ, ഇന്നോവേറ്റർ, വിഷണറി ഇൻ ഇന്ത്യ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹോണേഴ്സ്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ബഹുമതികളാണ്. ഹി ഹാസ് റിസീവ്ഡ് ഹോണററി ഡോക്ടറേറ്റ്സ് ഫ്രം ആസ് മെനി ആസ് 30 യൂണിവേഴ്സിറ്റീസ്. 30 യൂണിവേഴ്സിറ്റികളിൽ നിന്നും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. The government of India has honored him with the nation's highest civilian honors, the Padma Bhushan in 1981, Padma Vibhushan in 1990 and the Bharat Ratna in 1997. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബഹുമതികളാണ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന. ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. Kalam is the 4th President of India to have been honored with a Bharat Ratna before being elected to the highest office, the other 3 being Sarvepalli Radhakrishnan, VV Giri and Zakir Hussain.
He is also the first scientist and first bachelor to occupy രാഷ്ട്രപതി ഭവൻ. അപ്പം ഭാരത് രത്ന ലഭിച്ചിട്ടുള്ള 4ാമത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. മറ്റ് 3 പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അതായത് S രാധാകൃഷ്ണൻ, VV ഗിരി ആൻഡ് സക്കീർ ഹുസൈൻ, ഇവരൊക്കെയാണ്. മാത്രമല്ല ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ആദ്യത്തെ സയൻറ്റിസ്റ്റ്. മാത്രമല്ല ഫസ്റ്റ് ബാച്ചിലർ കൂടെയാണ്. രാഷ്ട്രപതി ഭവനിൽ ഇരുന്നിട്ടുള്ള, അതായത് രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിട്ടുള്ള ആദ്യത്തെ സയൻറ്റിസ്റ്റും ആദ്യത്തെ ബാച്ചിലറും അദ്ദേഹമാണ്. Referred to as the People's President, Kalam is often considered one among India's greatest presidents, going on to win a poll conducted by the news channels CNN, IBN for India's best president. ഇന്ത്യയിലെ ഗ്രേറ്റസ്റ്റ് പ്രസിഡൻറ്റിൽ ഒരാൾ, അത് അങ്ങനെ ഒരു പോൾ വെച്ചാൽ വിൻ ചെയ്യാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരിക്കും. CNN, IBN എന്ന ഒരു ന്യൂസ് ചാനൽ ഇന്ത്യാസ് ബെസ്റ്റ് പ്രസിഡൻറ്റ് ആരെന്നുള്ളൊരു പോൾ കണ്ടക്ട് ചെയ്തപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് അതിൽ വിൻ ചെയ്തത്. നെക്സ്റ്റ്, ജിസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ്. മൈ ഏർലി ഡേയ്സ് എന്നുള്ള ഒരു പാർട്ടിൻ്റെ ജിസ്റ്റാണ് ഇവിടെ പറയുന്നത്. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് വിങ്സ് ഓഫ് ഫയർ എന്നാണ്. ഇത് അറിയായിരിക്കും എന്ന് കരുതുന്നു, വിങ്സ് ഓഫ് ഫയർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കലാംസ് പാരൻസ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അബ്ദുൽ കലാം, അവർ ഫോമർ പ്രസിഡൻറ്റ്, വാസ് ബോൺ ഇൻ രാമേശ്വരം, തമിഴ്നാടു. He belonged to a middle-class Tamil family. His father, Zainul Abidin, was a boatman. His mother, Ashiyama, came from a distinguished ancestry. From her, Kalam inherited faith in goodness and kindness. His parents made an ideal couple. അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡൻറ്റ്, മുൻ രാഷ്ട്രപതി, വാസ് ബോൺ ഇൻ രാമേശ്വരം, തമിഴ്നാടു. അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് തമിഴ് ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജൈനുൽ ആബിദീൻ വാസ് എ ബോട്ട്മാൻ. അദ്ദേഹം ഒരു ബോട്ട്മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ആഷിയാമ ആയിരുന്നു. അവർ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ആൻസസ്ട്രിയിൽ പെട്ട ഒരാളായിരുന്നു. അതായത് വിശിഷ്ടമായിട്ടുള്ളൊരു വംശത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. അവരിൽ നിന്നും കലാം ഗുഡ്നെസ്സിലും കൈൻഡ്നെസ്സിലും, നന്മയിലും ദയയിലുമൊക്കെ ഇൻഹെറിറ്റഡ് ആയിരുന്നു, അതായത് പാരമ്പര്യമായിട്ട് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പാരൻസ് ഒരു ഐഡിയൽ കപ്പിളായിരുന്നു. ജൈനുൽ ആബിദീൻ ഹാഡ് നോ ഫോർമൽ എഡ്യൂക്കേഷൻ, ബട്ട് ഹി ഹാഡ് ആൻ ഇന്നേറ്റ് വിസ്ഡം ആൻഡ് എ ട്രൂ ജനറസിറ്റി ഓഫ് സ്പിരിറ്റ്. ഹി വാസ് ആൻ austere man, avoiding unnecessary comforts. He was a very religious man. People carried home the water he touched for the invalids. He believed that prayers made possible communion of the spirit between people. Zainul Abidin could explain complex spiritual concepts in a simple Tamil. Zainul Abidin, അതായത് അബ്ദുൽ കലാമിൻ്റെ അച്ഛന് ഹാഡ് നോ ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അദ്ദേഹത്തിന് ഇന്നേറ്റ് ആയിട്ടുള്ള വിസ്ഡം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സഹജമായ ജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കഠിനമായ മനുഷ്യനായിരുന്നു. അവോയ്ഡിങ് അൺനെസസറി കംഫേർട്സ്, അനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം അവോയ്ഡ് ചെയ്തിരുന്നു, ഒഴിവാക്കിയിരുന്നു. അദ്ദേഹം ഒരു റിലീജിയസ് മാനായിരുന്നു, വലിയ മതവിശ്വാസമുള്ള ഒരാളായിരുന്നു. അശക്തർക്കായി അദ്ദേഹം തൊട്ട വെള്ളം അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ മീൻസ് പീപ്പിൾ. പ്രാർത്ഥനകൾ ആളുകളുടെ ഇടയിൽ ആത്മാവിൻ്റെ കൂട്ടായ്മ സാധ്യമാക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സങ്കീർണമായ ആത്മീയ ആശയങ്ങൾ അദ്ദേഹം സിമ്പിൾ തമിഴിൽ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. നെക്സ്റ്റ്, കലാംസ് ഫ്രണ്ട്സ്. Two persons who influenced Kalam's boyhood most were Jalaluddin and Samsuddin. Jalaluddin was 15 years older. He was Kalam's close friend. Both used to take long evening walks.
As they walked, they talked mainly about spiritual matters. On the way, they would circle round the temple of Lord Shiva with the same devotion as any Hindu devotee. He believed that the prayer in the temple reached the same direction as the prayers from the mosque. Jalal, though deprived of education, would feel happy at Kalam's progress in education and encouraged Kalam. പിന്നീട് കലാമിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചാണ്. രണ്ട് ആളുകളാണ് കലാമിൻ്റെ ബോയ്ഹുഡിനെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. ജലാലുദ്ദീൻ ആൻഡ് ഷംസുദ്ദീൻ. ജലാലുദ്ദീൻ കലാമിനേക്കാൾ 15 വയസ്സ് മുകളിലായിരുന്നു. ഈ ജലാലുദ്ദീൻ ആയിരുന്നു APJ അബ്ദുൽ കലാമിൻ്റെ ക്ലോസ് ഫ്രണ്ട്. അവർ ഈവനിങ് വാക്സ് ചെയ്യാറുണ്ടായിരുന്നു. അവർ വാക്ക് ചെയ്യുമ്പോൾ, അവർ നടക്കുമ്പോൾ കൂടുതലായിട്ടും സംസാരിച്ചിരുന്നത് സ്പിരിച്വൽ മാറ്റേഴ്സ് ആയിരുന്നു, ആത്മീയ കാര്യങ്ങളായിരുന്നു അവർ കൂടുതലായിട്ടും സംസാരിച്ചിരുന്നത്. അവർ ലോർഡ് ശിവപ്രതിഷ്ഠയുള്ള അമ്പലത്തിന് ചുറ്റും സർക്കിൾ ചെയ്യുമായിരുന്നു, പ്രദക്ഷിണം വയ്ക്കുമായിരുന്നു. ആസ് ദ സെയിം ഡിവോഷൻ ആസ് എനി ഹിന്ദു ഡിവോട്ടി. ഒരു ഹിന്ദു ഭക്തൻ എത്രത്തോളം ഭക്തിയോടെ ആയിരിക്കും ഒരു ടെമ്പിളിനെ റൗണ്ട് ചെയ്യുക, അതുപോലെ തന്നെയായിരുന്നു ഇവരും ചെയ്തിരുന്നത്. വി ഓൾ ആർ നോ APJ അബ്ദുൽ കലാം ഈസ് എ മുസ്ലിം. ടെമ്പിളിൽ നിന്നുള്ള പ്രയറും മോസ്കിൽ നിന്നുള്ള പ്രയറും സെയിം ഡയറക്ഷനിലാണ് എത്തുക എന്നുള്ളത് അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ ജലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും, ഡിപ്രൈവ്ഡ് ഇല്ലെങ്കിലും, നഷ്ടപ്പെട്ടു എങ്കിലും എന്നൊക്കെയാണ് മീനിങ്. would feel happy at Kalam's progress in education and encouraged Kalam. കലാമിൻ്റെ പ്രോഗ്രസ്സിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. മോട്ടിവേറ്റ് മീൻസ് അദ്ദേഹത്തെ എൻകറേജ് ചെയ്തിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. നെക്സ്റ്റ് ഷംസുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫ്രണ്ടായിരുന്ന ഷംസുദ്ദീനെ കുറിച്ചാണ് പറയുന്നത്. ഷംസുദ്ദീൻ വാസ് കലാംസ് ഫസ്റ്റ് കസിൻ. ഒരു ഫസ്റ്റ് കസിനായിരുന്നു, കലാമിൻ്റെ ഫസ്റ്റ് കസിനായിരുന്നു ഷംസുദ്ദീൻ. ഹി വാസ് ദ സോൾ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ രാമേശ്വരം. രാമേശ്വരത്ത് ഏക ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആൾ. പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ന്യൂസ് അബൌട്ട് ഫ്രീഡം മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി, ഹിറ്റ്ലർ, ജിന്ന, ബട്ട് ദേ വെർ ഫൈനലി ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂസ് അബൌട്ട് പെരിയാർസ് ദ്രാവിഡിയൻ മൂവ്മെൻറ്റ്. The Second World War broke out in 1939. At that time, Kalam was 8 years old and Jalal would tell him stories about war. അന്ന് ആളുകൾ ന്യൂസ് പേപ്പറിൽ ഫ്രീഡം മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി, ഹിറ്റ്ലർ, ജിന്ന ഇവരൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നത്. പിന്നീട് അവർ പെരിയാർസ് ദ്രാവിഡിയൻ മൂവ്മെൻറ്റിനെ കുറിച്ച് അറിയാൻ അവർക്ക് ഇൻട്രസ്റ്റായി. രണ്ടാം ലോക മഹായുദ്ധം 1939 പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അബ്ദുൽ കലാമിന് അന്ന് 8 വയസ്സാണ്. അപ്പോൾ ആ സമയത്ത് ഈ ജലാൽ ഈ വാറിനെ കുറിച്ചുള്ള സ്റ്റോറീസ് അബ്ദുൽ കലാമിന് പറഞ്ഞു കൊടുത്തിരുന്നു. നെക്സ്റ്റ് കലാം സയൻസ് ടീച്ചർ. കലാം സയൻസ് ടീച്ചർ ശിവസുബ്രഹ്മണ്യ അയ്യർ was a forward-thinking man. His wife was an Orthodox Brahmin. He was against social barriers. He often invited Kalam to his home for a meal and served him food. Later, his wife changed her attitude. അപ്പോൾ കലാമിൻ്റെ സയൻസ് ടീച്ചറെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ശിവസുബ്രഹ്മണ്യ അയ്യർ. ഒരു ബ്രാഹ്മണായിരുന്നു, ആ പേര് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ഫോർവേഡ് തിങ്കിങ് മാനാണ്, അതായത് ഒരു തുറന്ന മനസ്സുള്ള ഒരു ഒരു പുരോഗമനാശയമുള്ള ഒരു ആളായിരുന്നു കലാമിൻ്റെ സയൻസ് ടീച്ചർ ശിവസുബ്രഹ്മണ്യ അയ്യർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മണായിരുന്നു. അതായത് ഒരു തുറന്ന മനസ്സൊന്നുമില്ലാത്ത ഒരാൾ, ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാൾ, ഒരു ഫാമിലിപ്പെട്ട ഒരാൾ എന്നുള്ളതാണ് അതിൻ്റെ അവിടെ മീനിങ്.
അദ്ദേഹം ഈ സയൻസ് ടീച്ചർ ഹി വാസ് എഗെയിൻസ്റ്റ് സോഷ്യൽ ബാരിയേഴ്സ്. അദ്ദേഹം ഇങ്ങനെയുള്ള സോഷ്യൽ ബാരിയേഴ്സിനൊക്കെ എതിരായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഓർത്തഡോക്സ്, ഒരു യാഥാസ്ഥിതിക ചിന്താഗതിക്കാരി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതൊക്കെ അതിലൊക്കെ ഒരു വിശ്വാസമുള്ള അങ്ങനെ ഒരു ടൈപ്പ് എന്നൊക്കെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഹി ഓഫൻ ഇൻവൈറ്റഡ് കലാം ടു ഹിസ് ഹോം ഫോർ എ മീൽ ആൻഡ് സെർവ്ഡ് ഹിം ഫുഡ്. ഈ കലാം എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. ഈ ശിവസുബ്രഹ്മണ്യ അയ്യർ ഒരു ബ്രാഹ്മണാണ്. ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ഒരു മുസ്ലിമിനെ വിളിക്കുന്നതിനോട് ഒരു എന്താ പറയുക, ഒരു തടസ്സം ഉള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വൈഫ്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സോഷ്യൽ ബാരിയേഴ്സൊക്കെ അതിനോടൊക്കെ എതിരായിരുന്നു. അദ്ദേഹം കലാമിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈഫ്, ഈ സയൻസ് ടീച്ചറുടെ വൈഫ്, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഫാദർ സെൻഡ് ഓഫ് ടു കലാം. When the Second World War was over, Kalam wanted to leave രാമേശ്വരം and study in രാമനാഥപുരം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പം കലാമിന് രാമേശ്വരം വിട്ടിട്ട് രാമനാഥപുരത്ത് പഠിക്കാൻ പോവേണ്ടി വന്നു. ഹിസ് ഫാദർ ഇമ്മീഡിയറ്റ്ലി ഗേവ് ഹിം പെർമിഷൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പെട്ടെന്ന് പെർമിഷൻ കൊടുത്തു. ഹി സെഡ് ദാറ്റ് കലാം വാസ് ഗോയിങ് എവേ ഓൺലി ടു ഗ്രോ. അദ്ദേഹം പറഞ്ഞു കലാം ദൂരെ പോകുന്നത് വളരാൻ വേണ്ടി മാത്രമാണ്. ഹി കൺസോൾഡ് ഹിസ് വൈഫ് ബൈ സേയിങ് ദാറ്റ് ഹർ ചിൽഡ്രൻ വെർ നോട്ട് ഹർ ചിൽഡ്രൻ ബട്ട് ദ ചിൽഡ്രൻ ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അതായത് കലാമിൻ്റെ അമ്മയോട് പറഞ്ഞു, ചിൽഡ്രൻ നമ്മുടെ കുട്ടികൾ തന്നെയാണ്, പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് കൺസോൾ ചെയ്തത്, ആശ്വസിപ്പിച്ചത്. ഷീ കുഡ് ഗിവ് ദം ഹർ ലവ് ബട്ട് നോട്ട് ഹർ തോട്ട്സ്. ജൈനുൽ ആബിദീൻ gave his son a warm send off with a blessing. Kalam often felt homesick but controlled himself, remembering his father's ambition that he should become a collector. അപ്പം ജൈനുൽ ആബിദീൻ, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് വാം സെൻഡ് ഓഫ് കൊടുത്തു വിത്ത് എ ബ്ലെസ്സിങ്. അനുഗ്രഹത്തോടെ ആണ് സെൻഡ് ഓഫ് കൊടുത്തത്. കലാം ഓഫൻ ഫെൽറ്റ് ഹോംസിക്ക് എന്ന് വെച്ചാൽ ഗൃഹാതുരത്വം. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഗൃഹാതുരത്വമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അദ്ദേഹം കൺട്രോൾ ചെയ്തു ബൈ റിമെമ്പറിങ് ഹിസ് ഫാദേഴ്സ് അംബിഷൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അംബിഷൻ ഓർത്തുകൊണ്ട്. അതെന്തായിരുന്നു? ദാറ്റ് ഹീ ഷുഡ് ബിക്കം എ കളക്ടർ. ഒരു കളക്ടർ ആവണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അംബിഷൻ. പക്ഷെ നമ്മൾ കണ്ടു, കളക്ടറല്ല, അതിനേക്കാളും ഉയർന്ന പൊസിഷനിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം മാറി. ഒരു രാഷ്ട്രത്തിലെ ഉയർന്ന ബഹുമതികളായ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന ഇതൊക്കെ അദ്ദേഹം നേടി. മാത്രമല്ല 30 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. പീപ്പിൾസ് പ്രസിഡൻറ്റ് എന്നുള്ള ഒരു ബഹുമതി, അത് ശരിക്കൊരു അംഗീകാരം തന്നെയാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നേടി അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയായിരുന്നു. നെക്സ്റ്റ്, വേർഡ് ലിസ്റ്റ്. അമിക്കബിളി, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ഓർ അൺപ്ലസൻറ്റ്നെസ്. ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ അൺപ്ലസൻറ്റ്നെസ്സോ, അതായത് സന്തോഷമില്ലായ്മ. പ്ലസൻറ്റ് സന്തോഷം, അൺപ്ലസൻറ്റ് സന്തോഷമില്ലായ്മ. ഇത് കൂടാതെ അരോമാറ്റിക്, ഹാവിങ് എ പ്ലസൻറ്റ് സ്മെൽ, ഒരു നല്ലൊരു സ്മെല്ല്. ഇൻട്രോസ്പെക്ഷൻ, ലുക്കിംഗ് ഇൻവേർഡ്. പ്രൊപ്പിഷിയേറ്റ്, ടു പ്ലീസ് എ പേഴ്സൺ ഹു ഈസ് ആംഗ്രി വിത്ത് യു. ബൾക്ക് ഹെഡ്സ്, diving wall inside a ship. Perturbed, worried. Confront, to face, meet or deal with a difficult situation. Allied forces, അത് സെക്കൻഡ് വേൾഡ് വാറിലുള്ള അലൈഡ് ഫോഴ്സസ്. സഖ്യശക്തികൾ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു എന്നാണ്. USA, England, France, Russia joined together and formed allied forces during World War II. USA, England, France, Russia. Next, activities. What's missing? 1. Abdul Kalam's father was a son of dash. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് തന്നിട്ടുള്ള ഭാഗത്തിൽ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഗ്രാൻഡ് ഫാദറുടെ പേരാണെങ്കിൽ അത് അബുൽ പക്കീർ.
AVULPAKIR, അവുൽ പക്കീർ എന്നാണ്. സെക്കൻഡ്, ദർ വാസ് ഡാഷ് നിയർ കലാംസ് ഹൗസ്. അബ്ദുൽ കലാമിൻ്റെ അച്ഛന് ബോട്ട്മാൻ ആയിരുന്നു, ഒരു തോണിക്കാരനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരു സീയോ ഒരു റിവറോ ഒക്കെ ആയിരിക്കണം. എന്നാലും നമുക്ക് തന്നിട്ടുള്ള ഒരു ഭാഗത്തിൽ ഇതിനുള്ള ആൻസർ ഇല്ല. നെക്സ്റ്റ്, കലാം യൂസ്ഡ് ടു ഗോ ഈവനിങ് വാക്സ് അലോങ് വിത്ത് ഡാഷ്. ആൻസർ, ഹിസ് ക്ലോസ് ഫ്രണ്ട് ജലാലുദ്ദീൻ. ഫോർത്ത്, കലാം ബൊറോഡ് ബുക്സ് ഡാഷ്. ബൊറോഡ് വേർഡ് മീനിങ് കടം വാങ്ങിയെന്നാണ്. ബുക്സ് കടം വാങ്ങിയ കാര്യം നമുക്ക് തന്നിട്ടുള്ള കാര്യത്തിലില്ല. മേ ബി ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ആയിരിക്കണം. സയൻറ്റിസ്റ്റ് അല്ല, സയൻസ് ടീച്ചർ ഉണ്ടായിരുന്നല്ലോ, മേ ബി ആയിരിക്കണം, എനിക്ക് ഉറപ്പൊന്നുമില്ല. ദെൻ ഫിഫ്ത്ത്, കലാം ഹാഡ് ഡാഷ്, നോ ഐഡിയ. ദെൻ വേർഡ് പ്ലേ, അബൈഡ് അക്കോഡ്, ഈ രണ്ട് വേർഡും വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. നെക്സ്റ്റ്, മോഡൽ ക്വസ്റ്റ്യൻസ്. വാട്ട് വേർ ദ ക്വാളിറ്റീസ് ദാറ്റ് കലാം ഫൗണ്ട് ഇൻ ഹിസ് ഫാദർ. കലാമിൻ്റെ അച്ഛനിൽ കലാം എന്തൊക്കെ ക്വാളിറ്റീസാണ് കണ്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. നെക്സ്റ്റ്, വൈ ഡസ് കലാം സേ ദാറ്റ് ഹിസ് ചൈൽഡ്ഹുഡ് വാസ് വെരി സെക്യൂർഡ് ബോത്ത് മെറ്റീരിയലി ആൻഡ് ഇമോഷണലി. കലാമിൻ്റെ ചൈൽഡ്ഹുഡ് വെരി സെക്യൂർഡ് ആയിരുന്നു, ഇമോഷണലി ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും വെരി സെക്യൂർഡ് ആയിരുന്നു എന്ന് കലാം പറയാനുള്ള കാരണം എന്താണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ട്രൂത്ത് ദാറ്റ് കലാം ലേൺ ഫ്രം ഹിസ് ഫാദർ. കലാമിൻ്റെ അച്ഛനിൽ നിന്നും കലാം പഠിച്ച ഒരടിസ്ഥാന സത്യം എന്താണ് എന്നാണ്. അത് നമുക്ക് തന്നിട്ടുള്ള ഭാഗത്തിലില്ല, പക്ഷേ എൻ്റെ ആൻസർ ഡിവൈൻ പവർ എന്നാണ്. അതായത് പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ കൺഫ്യൂഷനെയും ഈവൻ നമ്മുടെ ഫെയിലിയേഴ്സിനെ പോലും അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഹൗ കലാം ഡിഡ് ലേൺ ദാറ്റ് ദ സീ ഹാഡ് അൺകൺട്രോളബിൾ എനർജി. സീക്ക് അൺകൺട്രോളബിൾ എനർജി ഉണ്ട്, നിയന്ത്രിക്കാനാവാത്ത ഊർജമുണ്ട് എന്ന് കലാം പഠിച്ചത് എങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് were the differences that കലാം നോട്ടീസ്ഡ് ബിറ്റ്വീൻ രാമനാഥപുരം ആൻഡ് രാമേശ്വരം. രാമേശ്വരം അദ്ദേഹം വളർന്ന സ്ഥലമാണ് രാമേശ്വരം. രാമനാഥപുരം അദ്ദേഹം പഠിക്കാൻ പോയ സ്ഥലമാണ്. നെക്സ്റ്റ്, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് കലാംസ് റിലേഷൻഷിപ്പ് വിത്ത് ജലാലുദ്ദീൻ. ജലാലുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കലാം സയൻസ് ടീച്ചർ. കലാമിൻ്റെ സയൻസ് ടീച്ചർ ശിവ സുബ്രഹ്മണ്യ അയ്യർ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് റൈറ്റ് ചെയ്യാനാണ്. നെക്സ്റ്റ്, ഹൗ ഡസ് കലാം റിമെമ്പർ ഹിസ് ഫാദേഴ്സ് ഫെയർവെൽ ടു ഹിം വെൻ ഹി ലെഫ്റ്റ് ഫോർ രാമനാഥപുരം. രാമനാഥപുരത്തേക്ക് പോകുമ്പോഴുള്ള അച്ഛൻ്റെ ഒരു വിടവാങ്ങൽ, അത് എങ്ങനെയാണ് കലാം ഓർക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് കലാം ഡിസ്ക്രൈബ് ഹിസ് ഏർലി ഡേയ്സ്. കലാമിൻ്റെ ഏർലി ഡേയ്സ്, ആ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് എങ്ങനെയാണ് കലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് കലാംസ് ഫ്രണ്ട്സ് ഇൻഫ്ലുവൻസ് ഹിം ഇൻ ഹിസ് ലൈഫ്, ഇലൂസിഡേറ്റ്. കലാമിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, എലൂസിഡേറ്റ്, വ്യക്തമാക്കുക. അപ്പോൾ ഇതാണ് മൈ ഏർലി ഡേയ്സ് എന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ഭാഗം. ഓട്ടോബയോഗ്രഫിയുടെ പേര് വിങ്സ് ഓഫ് ഫയർ. താങ്ക് യു.